ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മേവള്ളൂർ മേരി ഇമ്മാക്കുലേറ്റ് പള്ളിയുടെ അങ്കണത്തിലാണ്. ഇവിടെ ഇന്നൊരു ഗംഭീരമായ ഒരു നാടകം, കുരിശിൻ്റെ ശില്പി എന്ന് പറയുന്ന ഒരു നാടകം ത്തിൻ്റെ റിഹേഴ്സൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് നാടകം. അതിനുള്ള കുറേ കലാകാരന്മാരുണ്ട്. ഏകദേശം 10-60ഓളം കലാകാരന്മാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് സംവിധായകൻ ജോർജ് ഏട്ടൻ, ഇതിൽ നാടകരചന ജോസ് വടക്കേടത്തുകുഴി, അങ്ങനെ കുറേ വലിയ വലിയ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് പിന്നെ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ, ഒരു ബാലതാരം, പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഡിസൈനേഴ്സ്, പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് എന്ന് വേണ്ട മേക്കപ്പ് മാൻ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, വരൂ. നമ്മുടെ ഈ നാടകത്തിൻ്റെ സംവിധായകനായ ജോർജ് മാടശ്ശേരിയാണ് നമ്മോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തോട് നമുക്ക് ഈ നാടകത്തെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ഈ നാടകത്തിൻ്റെ സാങ്കേതികവും അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ വശമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ജോർജ് ചേട്ടാ, എന്താണ് ഈ നാടകം, അല്ലെങ്കിൽ ഈ നാടകത്തിൻ്റെ ഈ നാടകം എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ കഥ എന്താണ്, ഇതിനെപ്പറ്റി നമ്മളോടൊരു 2 വാക്ക് സംസാരിക്കാം. ഈ നാടകം രൂപപ്പെട്ടത് ഈ മേരി ഇമ്മാക്കുലേറ്റ് ദേവാലയത്തിലെ സൺഡേ സ്കൂളിലെ ഹെഡ്മാസ്റ്ററായ ജോസ് ചേട്ടൻ അതിൻ്റെ രചന നിർവഹിച്ച് സാബു തന്നെയാണല്ലോ ഇതിൻ്റെ കഥയുടെ സാരാംശം പറഞ്ഞു കൊടുത്ത്. എന്തായാലും ഈ കഥ യേശുവിനെ കേന്ദ്രീകരിച്ചാണ് എല്ലാ ബൈബിൾ നാടകങ്ങളും സെൻട്രലിലേക്ക് പോകുന്നത്. ഇത് യേശുവിനെ ക്രൂശിച്ച ആ കുരിശുണ്ടാക്കിയ ആളെക്കുറിച്ചാണ് ഈ കഥയുടെ മുഖ്യമായ പോക്ക്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ നാടകരചന നടത്തിയ ജോസ് വടക്കേടത്തുകുഴിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കാരണം അദ്ദേഹം വളരെ 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 നാളുകളായി അദ്ദേഹം ഇത് നാടകം രചിച്ച്, വളരെ സമയമെടുത്ത് നാടകം രചിച്ച് ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഹലോ ജോസ് ചേട്ടാ, എനിക്ക് ജോസ് ചേട്ടനോട് ഞങ്ങൾ പേഴ്സണലി വളരെ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ജോസ് ചേട്ടനോട് ചോദിക്കാനുള്ള 1-2 കാര്യങ്ങൾ. നമുക്ക് ഈ നാടകം ഞാൻ കേട്ടു ജോസ് ചേട്ടൻ വളരെ കാലമായിട്ട് ഒത്തിരി സമയമെടുത്ത് എഴുതിയൊരു നാടകമാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എന്താണ് ഈ എന്താണ് ഈ നാടകം? ഇതൊരു ബൈബിളിക്കൽ നാടകമാണ്, പക്ഷേ ഇത് ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന ചില കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇതിലൊരു സാമൂഹിക പശ്ചാത്തലം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ജോസേട്ടൻ്റെ ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതായത് ഈ നാടകം എഴുതാനായിട്ട് എനിക്ക് പ്രചോദനമായത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെ ഒരുപാട് നല്ല കഴിവുകളുള്ള നല്ല പ്രതിഭകളായ കുട്ടികൾ ഇവിടെ ഉണ്ടെന്നും അങ്ങനെ ഒരു നല്ലൊരു റിസോഴ്സ് ഇവിടെ നമ്മുടെ ദേവാലയത്തോട് അനുബന്ധിച്ചുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം വെച്ചാൽ ഈ കുട്ടികളെല്ലാം ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ അവരുടെ ഈ കഴിവുകളെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എന്താ ഒരു മാർഗമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ വിവാഹിതനാണെങ്കിലും എൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്നു ശ്രീ സാബു വാലയിൽ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട് ജോസേട്ടാ ഇങ്ങനെ ഒരു നാടകം ആയിട്ട് നമുക്ക് എഴുതിയെങ്കിൽ ഇതിനും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-60ഓളം കലാകാരന്മാർ, അതായത് അഭിനയ രംഗത്തും അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്, അല്ലെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ഡിസൈനിങ്, അല്ലെങ്കിൽ സംഗീതം, അങ്ങനെ ഒരു 60ഓളം ആൾക്കാർ ഇവിടെ പ്രവർത്തിക്കും. അതെ, ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ അക്ഷീണം പ്രവർത്തിക്കും. എനിക്ക് വളരെ എഴുതിയെന്ന് ഒരു മാസം മുഴുവനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രിയിൽ കുറേ ഉറക്കളല്ലാണ്ട് ഞാനത് വളരെ കുറച്ച് എൻ്റെ പ്രായത്തെ അനുസരിച്ചുള്ള പ്രവർത്തിക്കാനല്ലേ എനിക്ക് പറ്റും. പക്ഷേ ഈ കുട്ടികളും അതുപോലെ സംവിധാനം ചെയ്യുന്ന ജോർജ് മാടശ്ശേരി ആണെങ്കിൽ ലോറ ജോസഫ് ബെഞ്ചമിൻ തുടങ്ങിയ നാടകങ്ങളുടെ പ്രസിദ്ധ നാടകങ്ങൾ, അതായത് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ നാടകങ്ങളുടെ ഉപജ്ഞാതാവാണ്, സംവിധായകനായിട്ടാണ്. അതുപോലെ ഡൊമിനിക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനൊക്കെ കൂടി ഒരുപാട് നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതിൻ്റെ കൂടുതൽ സാബുവിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള അറിവും എല്ലാം സമ്മേളിച്ചപ്പോൾ, അതുപോലെ ഒരുപാട് കുട്ടികളുണ്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിറങ്ങിയ പിള്ളേരുണ്ട്. അതുപോലെ ടെക്നിക്കൽ സൈഡ് കോസ്റ്റ്യൂംസൊക്കെ ഉണ്ടാക്കിയ പിള്ളേർ നല്ല കലാകാരന്മാരാണ്. ഒരുപാട് കലാപരമായ പ്രവർത്തനങ്ങൾ അവരിവിടെ ഈ ദേവാലയത്തിലും അതുപോലെ സൺഡേ സ്കൂളിൻ്റെ പരിപാടിയിലുമൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളാണ്. അവരെയൊക്കെ ഉപയോഗിച്ച് ഇത്രയും നല്ലൊരു കല നല്ലതാകുമെന്നാണ്. ഇതൊരു വൻ വിജയമായി തീരുമെന്നാണ് എൻ്റെ പ്രതീക്ഷയും. മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംരംഭം വളരെ മഹത്തായ വിജയമാകുമെന്ന്
ഞാൻ പ്രതീക്ഷിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ഈ നാടകത്തിൽ ഒരു നമ്മുടെ ഈ കുരിശിൻ്റെ ശില്പി എന്ന് പറയുന്ന ഈ നാടകത്തിലെ മെയിൻ കഥാപാത്രം, അതായത് ഈ കുരിശുണ്ടാക്കിയ ശില്പി, അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് പറക്കോട്ടിൽ എന്നാണ്. നമുക്ക് അദ്ദേഹം എന്താണ് പറയുന്നത് ഈ നാടകത്തെ പറ്റി നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ജോർജ് ചേട്ടൻ. ഇതാണ് നമ്മുടെ ജോർജ് ചേട്ടൻ. ഈ കുരിശിൻ്റെ ശില്പി എന്ന് പറയുന്ന നാടകത്തിലെ മെയിൻ കഥാപാത്രമാണ്. അദ്ദേഹത്തോട് ചോദിക്കാം, അതായത് ജോർജ് ചേട്ടൻ എന്താണ് ഈ നാടകം, അതായത് ഈ നാടകത്തിൻ്റെ ഇതിലൊരു പ്രധാന കഥാപാത്രമാണ് ജോർജ് ചേട്ടൻ ഹാൻഡിൽ ചെയ്യുന്നത്, ഈ കുരിശുണ്ടാക്കിയ ഒരു ശില്പിയുടെ കഥ. അപ്പോൾ അത് എത്രമാത്രം കഠിനമാണ് ഈ ഒരു വേഷം കൈകാര്യം ചെയ്യാൻ, വളരെ തീവ്രമായിട്ട് അഭിനയിക്കുന്നതായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. എങ്ങനെയാണ് ഈ താങ്കളുടെ ഈ വേഷത്തെ പറ്റി ഒന്ന് പറയാമോ? വേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി ഒരു സാധാ രീതിയിലൊരു കുരിശുണ്ടാക്കി. പക്ഷേ അത് ക്രിസ്തുവിനെ തറയ്ക്കാനല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അയാൾ ആ കുരിശുണ്ടാക്കുന്നത്. പക്ഷേ ഒരു വലിയ മനുഷ്യനെ തറയ്ക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുമ്പോഴത്തേന് അയാൾക്കുണ്ടാകുന്ന മാനസിക ഏറ്റുമുട്ടലുകളാണ് ഇതിൽ ചിത്രീകരിച്ചത്. അപ്പോൾ അത് അഭിനയിക്കാൻ ഒരു പരിധിവരെ പാടാണെങ്കിലും എല്ലാവരുടെ സഹകരണം ഉള്ളതുകൊണ്ട് നന്നായിട്ട് പോകുന്നു. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് സണ്ണി ഊട്ടിശാലെ. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, അദ്ദേഹം ഏത് കഥാപാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അഭിനയമാണ് ചെയ്യുന്നത്, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സണ്ണി ചേട്ടൻ ഈ നാടകത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടു. ഏത് കഥാപാത്രമാണ് സണ്ണി ചേട്ടൻ ചെയ്യുന്നത്, പിന്നെ എന്താണ് ആ കഥാപാത്രത്തിൻ്റെ ശൈലി, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഹന്നാസ് എന്ന ഒരു മഹാപുരോഹിതൻ്റെ റോളാണ്. ഓക്കെ. ഈ റോൾ വളരെ ഒരു വില്ലൻ കഥാപാത്രമാണ്, ഈ നാടകത്തിൻ്റെ വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ അത് വളരെ സംവിധായകൻ്റെ ഒരു ആശയവും നിർദ്ദേശവും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായും നമുക്ക് ഉൾക്കൊള്ളാൻ അത്രയ്ക്ക് ഭയങ്കര ഒരു കഴിവുറ്റ ഒരു കലാകാരനാണ് നമ്മുടെ സംവിധായകൻ. അതെ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും കിട്ടുന്നത് പൂർണ്ണമായും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും ഇതൊരു കൂട്ടായ സംരംഭം, എല്ലാ കലാകാരന്മാരുമായിട്ട് നോക്കുമ്പോൾ നല്ലൊരു സംരംഭമാണ്. ഇത് പരമാവധി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ കഥാപാത്രം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അതായത് ഒരു 10, 70, 80, 85 വയസ്സുള്ള ഒരു മഹാപുരോഹിതനായിട്ടാണ് സണ്ണിത്തിനെ അവതരിപ്പിക്കുന്നത്, അല്ലേ? അപ്പം ഇതിന് എന്തോരം നാൾ ഇതിങ്ങനൊന്ന് രൂപപ്പെടാൻ എത്ര നാളെടുത്തു? ഇത് 2 മാസം കഴിഞ്ഞു. ഇപ്പം നമ്മൾ റിഹേഴ്സൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സംവിധായകന്റെ കർശനമായ നിയന്ത്രണത്തിലാണ് ഇത് നടക്കുന്നത്. കൂട്ടായ പ്രവർത്തനം, ഓരോ കലാകാരന്മാരും വരുന്ന പോരായ്മകൾ അദ്ദേഹം പരിഹരിച്ചാണ് പോകുന്നത്. നമ്മുടെ സംവിധായകനെ സംബന്ധിച്ച് കിട്ടിയത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ മറ്റെല്ലാ കലാകാരന്മാരും ഇതൊരു കൂട്ടായ സംരംഭമായിട്ട്. അടുത്തതായിട്ട് വേറൊരു നടനുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് അതിതീവ്രമായ ഒരു റോൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഈ ബറാബാസ് എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ. അദ്ദേഹത്തിനൊരു ഒരു ബറാബാസിൻ്റെ കൂട്ടുകാരനാണ് മർത്തിനോസ്. ഈ മർത്തിനോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് അവതരിപ്പിക്കുന്നത് ജസ്റ്റിൻ കാലാപ്പള്ളിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. ഈ ജസ്റ്റിൻ കാലാപ്പള്ളിൽ അദ്ദേഹം 2 റോളുകളാണ് ഈ നാടകത്തിൽ, ഡബിൾ റോൾ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ഈ മർത്തിനോസ് എന്ന് പറയുന്ന ഒരു ശാന്ത സ്വഭാവക്കാരനായ ഒരു ബറാബാസിൻ്റെ കൂട്ടുകാരനായിട്ടും, പിന്നെ വേറൊരു റോൾ കൈകാര്യം ചെയ്യുന്നത് മിഷാൽ രാജാവ് എന്ന് പറയുന്ന ഒരു യുദ്ധ തടവുകാരൻ. അതായത് യുദ്ധത്തിൽ പീലാത്തോസ് എന്ന് പറയുന്ന ഗവർണർ പിടിച്ചുകൊണ്ട് വന്ന ഒരു യുദ്ധ തടവുകാരനായിട്ടാണ്. ഈ 2 റോളുകളാണ് ഈ ജസ്റ്റിൻ കാലാപ്പള്ളിൽ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം, അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും ഈ നാടകത്തെ പറ്റി. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഹലോ ജസ്റ്റിൻ. ജസ്റ്റിൻ, എന്താണ് ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കുന്നത്? കഥാപാത്രത്തെ ഉൾക്കൊള്ളുവാണോ? ഈ നാടകത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഈ ഒരു നാടകത്തെ പറ്റി പറയുവാണെങ്കിൽ ഏറ്റവും ആദ്യമായി നമ്മൾ ഈ നാടകത്തിന് പ്രത്യേകമായി നന്ദി പറയേണ്ട കുറേ ആൾക്കാരുണ്ട്. ഒന്നായി തന്നെ നമ്മുടെ സിബി അച്ഛൻ, നമ്മുടെ ആത്മീയ ഗുരുവായ സിബി അച്ഛൻ, നമ്മുടെ എല്ലാ കലയിലും നമ്മുടെ ആത്മീയമായി നമ്മളെ പ്രോത്സാഹിക്കുന്ന സിബി അച്ഛൻ. അതിനോടൊപ്പം തന്നെ ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ ഇടവകയിലുണ്ടായിരുന്ന നമ്മുടെ ചേട്ടന്മാർ, ഇപ്പോൾ സണ്ണി ചേട്ടൻ, ജോർജ് ചേട്ടൻ, അതുപോലെ തന്നെ സാബു ചേട്ടൻ, ഇതിനു മുമ്പ് പല നാടകങ്ങളും ഇവരുടെ കളിച്ചിട്ടുണ്ട്. ഈ നാടകത്തെ പറ്റി പറയുമ്പോൾ നമുക്കൊരു വലിയ കാര്യം ചിന്തിക്കാനുള്ളത്, ഇന്ന് നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ യുവാക്കൾക്കോ ഇന്നത്തെ തലമുറക്കോ എന്താണെന്ന് തന്നെ അറിയാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തിലാണ്.
അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മേവള്ളൂർ പള്ളിയിൽ തന്നെ ഇപ്പോഴത്തെ യുവാക്കളുടെ ഒരു വലിയ കൂട്ടായ്മയാണ്. അതായത് നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപത്തെ എങ്ങനെ നമ്മൾ വീണ്ടും പൊക്കിയെടുക്കുക എന്നുള്ളൊരു വലിയ ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ നമ്മുടെ മേരി ഇമ്മാക്കുലേറ്റ് ചർച്ചിൽ ഇങ്ങനെ ഒരു നാടകം നമ്മൾ തന്നെ തുടങ്ങി വെച്ചിരിക്കുന്നത്. ജസ്റ്റിൻ, ഈ നാടകത്തിൽ രണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ജസ്റ്റിൻ അവതരിപ്പിക്കുന്നത്. ഒന്നൊരു യുദ്ധ തടവുകാരനായ ഒരു മിഷാൽ എന്ന് പറയുന്ന ഒരു രാജാവും, രണ്ട് ഈ ബറാബാസിൻ്റെ ഒരു സുഹൃത്തായ ഒരു ശാന്ത സ്വഭാവക്കാരനായ ഒരു മർത്തിനോസ്. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ കൂടി ഈ നാടകത്തിൽ അവതരിപ്പിക്കുമ്പം അതിനെങ്ങനെയാണ് അത് രണ്ടും ഈ ഇപ്പം രണ്ടിൻ്റെയും ചിലപ്പോൾ ഇത് രണ്ടായിട്ട് വേണം അവതരിപ്പിക്കാൻ, എങ്ങനെയാണ് അത് കഴിയുന്നു? അതെങ്ങനെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മേവള്ളൂർ പള്ളിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും ആദ്യത്തെ ഒരു അനുഭവമാണ് ഒരു നാടകം കളിക്കുക എന്നുള്ളത്. ഇതിനു മുമ്പ് ചെറിയ ചെറിയ വേഷങ്ങൾ സ്കൂളിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ഒരു നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ നാടകം കളിക്കാൻ തന്നെ കിട്ടിയത് ഇന്ന് ഈ മേവള്ളൂർ പള്ളിയിൽ നിന്നിട്ടൊരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ അകത്ത് ആദ്യം ഈ നാടകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിശാൽ രാജാവിൻ്റെ ഒരു ചെറിയ റോള് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. പക്ഷെ ഇതെങ്ങനെ ചെയ്യും? കാരണം അത് ഇച്ചിരി കട്ടിയായ റോളാണ്. നമ്മളാ രാജാവിൻ്റെ ഗൗരവവും എല്ലാം വരണം, അതിൻ്റെ അഭിനയവും കൂടെ വരണം. അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായിച്ച നമ്മുടെ ജോർജ് ചേട്ടൻ, നമ്മുടെ സംവിധായകൻ ജോർജ് മാടശ്ശേരി ചേട്ടനാണ് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ചേട്ടൻ്റെ ആ ഒരു പറഞ്ഞു തരത്തിലും നമുക്ക് ആ കിട്ടിയ ട്രെയിനിങ്ങും അതൊക്കെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ചെയ്തു. അപ്പം നമുക്ക് ആ ഒരു റോള് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം എങ്ങനെ ചെയ്യണം, ഓരോ സ്റ്റെപ്പ് എങ്ങനെ നമ്മുടെ സൗണ്ട് വരണം, എല്ലാം നമുക്ക് കാണിച്ചു തന്നു. അതേപോലെ തന്നെ അടുത്ത റോള് വന്നപ്പോഴും ആ ഒരു റോളായിട്ട് യാതൊരു ബന്ധവുമില്ല, വളരെ ശാന്തമായ ഒരു റോളാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ആദ്യം ചെയ്ത റോളാണ് പിന്നെ നമുക്ക് ഓർമ്മ തന്നെ. അപ്പോൾ അത് ജോർജ് ചേട്ടൻ വളരെ ഭംഗിയായിട്ട്, ജോർജ് ചേട്ടൻ ഇതിനു മുമ്പ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സണ്ണി ചേട്ടൻ, ജോർജ് ചേട്ടൻ, സാവു ചേട്ടൻ, ഇവരൊക്കെ ഇതിനു മുമ്പ് നാടകം അഭിനയിച്ചിട്ടുള്ളവരാണ്. പിന്നെ നമ്മുടെ ആ കൂട്ടായിട്ടുള്ള എല്ലാവരും കൂടെ പറഞ്ഞു തന്നു. ബിനോജൊക്കെ ആണെങ്കിൽ ഒത്തിരി തിരുത്തി തന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ അവരുടെ അനുഭവത്തിൽ നിന്ന് വന്നിട്ട് ഇപ്പം ഇവിടെ കാണാൻ വന്നിരുന്ന ജോസിയേട്ടൻ, ഐക്യരക്കണ്ടത്തിലെ ജോസിയേട്ടൻ, തോട്ടത്തിലെ ഭവൻ ചേട്ടൻ വന്നിരുന്നു. അതേപോലെ തന്നെ വാലയിലെ ബിനു, ഇവരെല്ലാവരും എൻ്റെ റോളിൽ ഒന്നാമത് മലയാളം പറയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം മലയാളം മീഡിയത്തിൽ പഠിക്കാതെ നമുക്ക് പ്രൊനൗൺസിയേഷൻ ഒക്കെ ഒരു പ്രശ്നമായിരുന്നു. അതൊക്കെ വളരെ കറക്റ്റായിട്ട് ഇവർ ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ മുഖത്ത് വരേണ്ട എക്സ്പ്രഷൻ, ജോർജ് ചേട്ടൻ ആ ഒരു ക്രൂരഭാവം വരുമ്പോൾ എങ്ങനെ കാണിക്കണം, മോഹം പോകേണ്ട എങ്ങനെ, അപ്പം ഒരു സങ്കടത്തിൽ നമ്മളെ സിംഹക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന ആ രംഗത്ത് എങ്ങനെ കാണിക്കണം, അത് വളരെ ഭംഗിയായിട്ട് നമ്മളെ കാണിച്ചില്ല. അത്രയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു 1% ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ട വ്യക്തി എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു കിടിലൻ കഥാപാത്രം, അതായത് ഭയങ്കര ശക്തിയൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. പീലാത്തോസ് എന്ന് പറയുന്ന റോമൻ ഗവർണറിനെ അവതരിപ്പിക്കുന്ന ബിനോജ് വടക്കെടുത്ത് വഴി. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ നാടകത്തെ പറ്റി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. എന്താണ് ജസ്റ്റിനെ പോലെ ബിനോജും ഒരു എന്തൊക്കെയോ ഭയങ്കര മനസ്സിലിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാക്കി കൊടുക്കാൻ തോന്നുന്നു. ഇവിടെ വന്നിട്ട് തനിച്ചൊക്കെ വന്നിരുന്നു. എന്താണ്? അതെ, ഞാൻ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇത് നമുക്ക് ആദ്യമായിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു സംരംഭത്തിൽ ഏർപ്പെടുന്നത്. അപ്പം അതിൻ്റേതായ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും ഞാനൊരു സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതിൻ്റെ നമുക്കൊരു പ്രചോദനമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മേവള്ളൂർ പള്ളി ഇടവക യുവതയുടെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരു നാടകം പണ്ട് കളിച്ചായിരുന്നു. ദുഃഖിതരുടെ താഴ്വര എന്ന് പറഞ്ഞ അന്നൊക്കെ ഞാനൊക്കെ വളരെ ചെറുപ്പമാണ്. അപ്പം നമ്മളത് കണ്ട് അത് നമുക്കൊരു വളരെ പ്രചോദനമായിരുന്നു. നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു പ്രചോദനമായിരുന്നു. അന്ന് മുതൽ ഈ നാടകം എന്ന് പറഞ്ഞ കലയോടൊരു അഭിനിവേശമുണ്ട്. ആ അഭിനിവേശം മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നാടകം അധികം കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ടെക്നിക്കൽ, അതിൻ്റെ ബാക്കിയുള്ള ഒന്നും നമുക്കറിയത്തില്ല. പിന്നെ അതുകൊണ്ട് ആ ഒരു കലയോടുള്ള ഒരു അഭിനിവേശത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇതിനകത്ത് കമ്മിറ്റ് ചെയ്തത്. ഓക്കെ. ഇപ്പോൾ ഈ നാടകത്തിൽ ഈ റോമൻ ഗവർണർ പന്തിയോസ് പീലാത്തോസ് എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ നാടകത്തിൽ ഏറ്റവും കൂടുതൽ ഡയലോഗ് തന്നെ ബിനോജിനാണ് പഠിക്കാനുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഗവർണർ എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് കഥാപാത്രമാണ്, നിങ്ങളുടെ പ്യുവർ നെഗറ്റീവ്. അതായത് ഒരു ക്രൂരനായ ഒരു ന്യായാധിപൻ എന്നാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ബിനോജിന് ഭയങ്കര ക്രൂരതയൊക്കെ മുഖത്ത് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞു ആ ഒരു ഗവർണറിനെ. എത്രമാത്രം കഠിനമായിരുന്നു അത് ചെയ്യാൻ വേണ്ടി, ഈ റിഹേഴ്സലും അതും ഇതൊക്കെ? ആക്ച്വലി ഞാനിത് ഇപ്പോൾ ഒരു റോമൻ ഗവർണർ പിലാത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ വളരെ ഒരു
ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ്. അതായത് പുള്ളി അതിനെക്കുറിച്ച് അറിയുന്നില്ല, പുള്ളി അറിയാതെ കൈ കഴുകി, അതായത് പുള്ളി ഒരു നീതിമാനായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടർ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഈ പീലാത്തോസ് ഇതിനകത്ത് ഒരു മെയിൻ നെഗറ്റീവ് കഥാപാത്രം ആയതുകൊണ്ട് കഴിവതും പുള്ളി ഒരു അധികാരമോഹിയും ഒരു രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ഒരു പ്രത്യേകതരം ത്വരയുമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഒന്നും എനിക്ക് അങ്ങോട്ട് ശരിയായില്ലായിരുന്നു. പിന്നെ നമ്മുടെ സംവിധായകൻ ജോർജ് ഏട്ടൻ കാര്യമായിട്ട് ഇടപെട്ടു, നമ്മുടെ ഇതിൽ എല്ലാം കാണിച്ചു തന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത കഥാപാത്രം എന്ന് പറയുന്നത് വളരെ ധീരനായ ഒരു 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 സർവ്വ സൈന്യാധിപനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഗവർണർ പന്തിയോസ് പീലാത്തോസിൻ്റെ വലങ്കൈ എന്ന് വേണേൽ പറയാം. ആ ഒരു കഥാപാത്രത്തെ അനശ്വരമാക്കിയത് ബിനു വാലേൽ എന്ന് പറയുന്ന ഒരു ആളാണ്. അതികഠിനമായ ശബ്ദത്തിൻ്റെ ഉടമയെന്നൊക്കെ വേണേൽ പറയാം. അതായത് ഈ തയോഡാസ് ധാമാൻ എന്ന് പറയുന്ന ആളെ ഭയങ്കര സങ്കീർണതകൾ നിറഞ്ഞ ഒരു റോളാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രൂരനാണ്. പീലാത്തോസിനെ പോലെ തന്നെ ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് അദ്ദേഹമാണ് ഇങ്ങനെ ഇതിനകത്ത് ചില രംഗങ്ങളൊക്കെ ഉണ്ട്, തല വെട്ടുന്നതും. അപ്പോൾ അങ്ങനെ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് തയോഡാസ് ധാമൻ. അപ്പോൾ അതിനെ അവതരിപ്പിച്ച ബിനുവിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോവാം. ഹലോ ബിനു. ഹലോ. ഈ നാടകത്തിൽ തയോഡാസ് ധാമാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനാണ് അവതരിപ്പിക്കുന്നത് അല്ലേ? തീർച്ചയായും. അപ്പം ഞാൻ കേട്ടിടത്തോളം ഇതൊരു നെഗറ്റീവ് കഥാപാത്രമാണ്. അതായത് ഈ ഗവർണർ പീലാത്തോസിൻ്റെ വലങ്കൈ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത് എനിക്ക് തോന്നുന്നത് 3 രംഗങ്ങളിലെങ്ങാണ്ട് ഈ തയോഡാസ് ധാമാൻ പ്രവേശിക്കുന്നുണ്ട്. 3 രംഗങ്ങൾ പ്രവേശിക്കുന്നുണ്ട്. ഈ ധാമാൻ എന്ന് പറഞ്ഞവൻ ആരാ? അവനെപ്പറ്റി ഒന്ന് പറയാം. അതായത് ഞാൻ കേട്ടത് ഭയങ്കര ക്രൂരനായ ഒരു സർവ്വ സൈന്യാധിപനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ധാമാനെ പറ്റി എന്താണ് അഭിപ്രായം? താങ്കളുടെ ധാരണ ശരി തന്നെയാണ്. കാരണം ഈ നാടകത്തിൽ ഒരു ക്രൂരനായ കഥാപാത്രം തന്നെയാണ് തയോഡാസ് ധാമൻ. അതെ. പിന്നെ അതായത് 3 രംഗങ്ങളിലും അയാളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ക്രൂരമായ ഡയലോഗുകളും അതുപോലെ തന്നെ ക്രൂരമായ ആംഗ്യഭാഷകളും എല്ലാം തന്നെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കാണുന്ന പ്രേക്ഷകർ എപ്പോഴും ഇയാളെ അല്ലെങ്കിൽ ഇയാളുടെ അഭിനയത്തെ അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം ഒരു ക്രൂരൻ അല്ലെങ്കിൽ അതുപോലെ ഒരു അവര് തന്നെ ഒന്ന് വെറുത്തു പോകും. ഒരു നെഗറ്റീവ് ഇതാണ് ഈ തയോഡാസ് ധാമാനെ തരിക. അപ്പം നമ്മുടെ നാടകത്തിന് പ്രധാന ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരാളാണ് ഗീതു ട്രീസ. അതായത് ഈ നാടകത്തിലെ ബറാബാസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചതാണ്. പ്രധാനമായി ഒരു രണ്ട് ശൈലിയിലുള്ള അവതരണമാണ് ഗീതു ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒന്ന് ഈ ബറാബാസിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അമ്മയായിട്ടും പിന്നീട് ഒരു പ്രായമായ സ്ത്രീയുമായിട്ടാണ് അഭിനയിക്കുന്നത്. നമുക്ക് ഗീതുവിനോട് ഈ നാടകത്തിനെ പറ്റി കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ഗീതു. ഈ നാടകത്തിൽ ഒരു 2 ശൈലിയിലുള്ള അവതരണമാണ് ഗീതു നടത്തുന്നത്. ഒന്ന് അതായത് ഒരു ബറാബാസിൻ്റെ കുട്ടിക്കാല അമ്മയായിട്ടും പിന്നെ ഒരു പ്രായമായ സ്ത്രീയുമായിട്ടാണ്. എന്താണ് ഈ നാടകത്തിൽ എന്താണ് തോന്നുന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അഭിനയിക്കുന്നത് ആദ്യം തന്നെ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു കുട്ടിയെ ഓമനിക്കുന്ന അങ്ങനെ കുറേ സീൻസൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പിന്നെ ഒരു രംഗത്തിനകത്ത് വരുന്നത്. രണ്ടിലും ഒരു അമ്മയുടെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഒരു അമ്മയുടെ എക്സ്പ്രഷൻസും ഫീലിങ്സും എല്ലാമാണ് 2 സീൻസിലും പ്രകടിപ്പിക്കുന്നത്. ഓക്കെ. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ കമൻസുകൾ പറയുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഗീതു ഇത് അവതരിപ്പിക്കുന്നതെന്നാണ്. ഓക്കെ, താങ്ക് യു. നമുക്കപ്പോൾ വീണ്ടും ഗീതുവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റേജിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ നാടകത്തിൽ ഒരു രാജനൃത്തമുണ്ട്. അതായത് ഒരു നല്ല രസമുള്ള ഒരു ഭംഗിയേറിയ ഒരു പ്യുവർ ക്ലാസിക്കൽ നൃത്തമാണ്. നമുക്കത് പെർഫോം ചെയ്യുന്ന കുട്ടികളെ നമുക്ക് പരിചയപ്പെടാം. ഹായ് ഹസിൻ. ഹായ് ഡോണ. നിങ്ങൾ ഈ നാടകത്തിൽ ഒരു രാജനൃത്തമാണ് പെർഫോം ചെയ്യുന്നത്. ഇത് എന്താണ്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇതൊരു പ്യുവർ ക്ലാസിക്കൽ ടൈപ്പാണ്. ഭരതനാട്യമാണ് മെയിൻലി ഞങ്ങൾ ചെയ്തേക്കുന്നതാണ്. പ്യുവർ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ഡാൻസ്. ഇതെന്താണ് വളരെ ടഫായിട്ടാണ് എടുക്കാൻ? വളരെ ടഫാണ്. ഒരാഴ്ചയായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയൊക്കെയാണ്. ഇതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭരതനാട്യം സ്റ്റൈൽ ഡ്രസ്സാണോ? അതെ, എല്ലാം ഭരതനാട്യത്തിന്റെ സ്റ്റൈൽ ഡ്രസ്. ഓക്കെ. നിങ്ങളുടെ റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്? അതെ, നാളെ കളിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, താങ്ക്സ് ലോട്ട്.
താങ്കൾ ഇതിനകത്ത് ബറാബാസ് എന്ന് പറയുന്ന വളരെ ബൈബിളിൽ വളരെ പ്രശസ്തനായ ഒരു വിപ്ലവകാരിയുടെ റോളാണ് അഭിനയിക്കുന്നത്. നമ്മുടെ ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബറാബാസിന് ഒരു വിപ്ലവകാരിയും വളരെ മനുഷ്യക്കുരുതി നടത്തുന്ന ഒരാളാണെങ്കിലും എവിടെയൊക്കെയോ അയാളുടെ മനസ്സിലൊരു നന്മകളും കുറച്ച് ഒളിഞ്ഞു കിടപ്പുണ്ട്, അയാളുടെ ബാല്യങ്ങളിൽ നിന്നും അതിൽ നിന്നുമൊക്കെ. പക്ഷേ ചില സാഹചര്യങ്ങൾ, ജീവിതത്തിലെ ഒരു കഠിനമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം വിപ്ലവകാരിയും ഇങ്ങനെ ആയിത്തീർന്ന ഒരാളാണ്. അപ്പോൾ പല സങ്കീർണമായ അഭിനയ മുഹൂർത്തങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. സെൻറ്റിമെൻ്റലായിട്ടും വളരെ ക്രൂരനായിട്ടും പല പല ഞാൻ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ബാക്കി എല്ലാ ക്യാരക്ടറുകളെക്കാളും വളരെ വ്യത്യസ്തമായ പല വികാര പ്രകടനങ്ങളും നടത്തേണ്ട ഒരു ക്യാരക്ടറാണ് ബറാബാസ്. അപ്പോൾ അതിലേക്ക് ഉള്ള ഒരു ഹോംവർക്ക് എന്തായിരുന്നു? അതായത് ഈ ഒരു ബറാബാസ് എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ബൈബിളിൽ കേട്ടേക്കണത് ഇയാളൊരു ബറാബാസിന് പകരം യേശുവിന് വിട്ടു, ഇത്ര മാത്രമേ, അതിന് കൂടുതലൊന്നും ബൈബിളിലില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇതിനെപ്പറ്റി നാടകം കഥ എഴുതുന്ന സമയത്ത് ഒത്തിരി റിസർച്ച് നടത്തിയപ്പോൾ അത് അത്രയും മനസ്സിലാക്കിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബറാബാസ് ശരിക്കും ഒരു വിപ്ലവകാരിയായിരുന്നു. അതായത് റോമിൽ വളരെ ഈ ഇവരുടെ ക്രൂരമായ ഭരണത്തിനെതിരെ വിപ്ലവം നയിച്ചുകൊണ്ടിരുന്ന ഒരു ഗറില്ല മോഡലാണ് നമ്മുടെ ഈ നാടകത്തിൽ ബറാബാസിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ അയാൾ എങ്ങനെ ഒരു വിപ്ലവകാരിയായി എന്നും ഈ നാടകത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ ബറാബാസ് വനത്തിലൂടെ പോകുമ്പോൾ ഈ സൈനികരുടെ തല വെട്ടുന്ന ചില രംഗങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര ഭീകരമായ ക്രൂരമായ ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അതാണ് ബറാബാസിനെ പറ്റി. പക്ഷെ അയാൾ അവസാനം അനുദപിച്ച് അയാളെ വിട്ടയച്ചു. പക്ഷെ യേശു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ ക്രൂശിൽ തറച്ചു അയാൾക്ക് പകരം. പക്ഷെ അയാൾ അവസാന നിമിഷം അറിയുകയാണ് അയാളെ വിട്ടയച്ചതിന് പകരം യേശുവിനെ ഞാൻ ക്രൂശിൽ തറച്ചത്. അതറിയുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ആ മനംമാറ്റം, അയാളുടെ അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളുകളാണ് ഇതിൽ വരുന്നത്. അതായത് അതിക്രൂരൻ വിപ്ലവകാരി, പിന്നെ അയാൾക്കൊരു അമ്മയുടെ സ്നേഹം കിട്ടാതെ പോയ ഒരു പ്രശ്നങ്ങൾ, പിന്നെ അയാൾ വിപ്ലവകാരിയാകാൻ കാരണം അയാളുടെ അമ്മയുടെ സ്നേഹം അയാൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അയാളൊരു നല്ല പ്രായത്തിൽ വീട് വിട്ടുപോയി തിരിച്ച് അങ്ങനെ ചില പ്രശ്നങ്ങൾ. അവസാനം അയാൾ അനുദപിച്ച് ഉണ്ടാകുന്ന ഒരു അതിശക്തനായ ഒരു വിപ്ലവകാരിയും ക്രൂരനുമായ ഒരു മനുഷ്യൻ അവസാനം, എനിക്ക് തോന്നുന്നത് ഒരു ക്രൂരന് വിപ്ലവകാരിയാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും അങ്ങനെയെല്ലാം വരുന്ന ഒരു ധീരനായിരുന്നു അയാൾ അവസാനം അനുദപിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒത്തിരി ഹോംവർക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ. ഇപ്പോഴും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടാണ് നടക്കണം. അതിൻ്റെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെയായി? ഒരു വനമാണ്. വനത്തിൽ ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ഗറില്ല മോഡലാണ് ഇയാൾ ആദ്യം കാണിക്കുന്നത്. ഗറില്ല മോഡലിൽ സൈനികരെ ആക്രമിക്കാൻ വരുന്ന, അവരുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരാളായിട്ട്. ഇതിനകത്ത് ഈ കോസ്റ്റ്യൂംസിൽ ഈ ബറാബാസിന് ഒരു കത്തിയുണ്ട്. അതൊരു പ്രത്യേക ഷേപ്പിലാണ്. അതായത് ഈ കത്തി കൊണ്ട് അപ്പം ഒരാളെ ഇങ്ങനെ കുത്തിയിട്ട് ഞാൻ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ മനുഷ്യൻ്റെ വയറിൻ്റെ അകത്തുള്ള ഇതെല്ലാം വലിച്ച് പുറത്തേക്ക് ചാടിക്കാവുന്ന രീതിയിലുള്ള ഒരു കത്തിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അടുത്തതായി ഈ നാടകത്തിലൊരു പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്ത ജോബിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ജോബിയുടെ എക്സ്പീരിയൻസ് എന്നെല്ലാം നമുക്ക് ജോബിയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ജോബി, ഈ നാടകത്തിൽ ജോബി ഒരു 3-4 രംഗങ്ങളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതായത് ഒരു സൈനികൻ്റെ റോളാണ്. അതായത് തയോഡാസ് ദാമാൻ്റെ വലങ്കയായ ഒരു സൈനികൻ്റെ റോളായിട്ടാണ് ജോബി അവതരിപ്പിക്കുന്നത്. എന്താണ് ഈ ജോബിയുടെ ഈ നാടകത്തിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? തീർച്ചയായും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 2-2.5 മാസമായിട്ട് ഈ നാടകത്തിൻ്റെ ക്യാമ്പും റിഹേഴ്സലും ഒക്കെ ആയിട്ട് അത് തന്നെ 2 മാസത്തോളം. എന്താണ് ജോബിയുടെ എക്സ്പീരിയൻസ്? നല്ലൊരു ഇനിയും കൂടുതൽ അഭിനയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നാളെയാണ് നാടകം. അപ്പോൾ ജോബിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മറ്റൊരു നടൻ ജെയ്സൺ വാലയിൽ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അംബ്രോസിസിനെ സഹായിക്കുന്ന, ആയുധശില്പിയെ സഹായിക്കുന്ന ഒരാളായിട്ടാണ് ഈ ജെയ്സൺ അവതരിപ്പിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തെ പറ്റി കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചറിയാം. ഹലോ ജെയ്സൺ. ഓക്കെ, അതായത് ഈ നാടകത്തിൽ എനിക്ക് തോന്നുന്നത് നാടകം തുടങ്ങുന്ന ആ ഒരു സീനിൽ എനിക്ക് തോന്നുന്നത് ജെയ്സനാണ് അംബ്രോസിസിനെ സഹായിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിട്ട് വർക്ക് ചെയ്യുന്നത്.
എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്തൊരു കുരിശൊക്കെ ഇങ്ങനെ പൊക്കുന്ന ഒരു വലിയ സീനൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് ജെയ്സനാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ പരസ്യകലയിലൊക്കെ ജെയ്സൺ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു റോളിനെ പറ്റി എന്താണ് ജെയ്സന് പറയാനുള്ളത്? ഇതിപ്പം 2 മാസം മുമ്പേ സാധിച്ചിട്ട് എന്നെ വിളിച്ചു. അതെ അതെ അതെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു 80-90 കിലോ അടുത്തുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ പിന്നെ വെയിറ്റ് റെഡ്യൂസ് ചെയ്തു. ഇപ്പം 80 കിലോ. അടിമയാകുമ്പോൾ വെയിറ്റ് കൂടുതൽ പാടില്ല. വെയിറ്റ് കൂടുതൽ പാടില്ല. ആ ഒരു ശാരീരിക ക്ഷമത വേണം. ജേസൺ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാടകം എനിക്ക് തോന്നുന്നത് 2 മാസം മുന്നേ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു 100ഓളം പേര് ഇതിൽ വന്നൊന്ന് അവരെ ഓരോരുത്തർ നമ്മൾ അത്രയ്ക്ക് സ്ക്രീനിങ് ചെയ്താണ് നമ്മൾ എടുത്തത്. അപ്പോൾ ജെയ്സനെ ഈ ഒരു റോളിലേക്ക് എടുത്തപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ജെയ്സന്റെ ആ ഒരു ശാരീരിക ക്ഷമതയും കാര്യങ്ങളെല്ലാം വെച്ചാണ് നമ്മൾ അന്ന് ജെയ്സനത് നമ്മളത് അന്ന് ജെയ്സനെ എടുക്കാൻ കാരണം ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞ് ജെയ്സൺ പറഞ്ഞു ഒത്തിരി വീണ്ടും. അതെ, ഞാൻ ദിവസവും 4 നേരം ഫുഡ് അടിച്ചുകൊണ്ടിരുന്നത് ഞാനാണ്. ഇപ്പോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ജിമ്മിൽ പോയി 3 നേരം ജിമ്മിൽ പോകുന്നുണ്ട്. പിന്നെ ബൈസെപ്സ് തെളിഞ്ഞിട്ടില്ലായിരുന്നു പീസ്. അതെ, എനിക്ക് തന്നെ ആ ഒരു കഥാപാത്രത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സഹായി എന്ന് പറഞ്ഞാൽ അതിശക്തനാണ്. അതെ അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു റോളിന് വേണ്ടി ഒത്തിരി പ്രയത്നം അല്ലേ? ഓക്കെ ഓക്കെ. കുരിശിനെ ശില്പിക്കകത്ത് കുരിശ് ഹാൻഡിൽ ചെയ്യാൻ ഞാനാണ്. അത് തന്നെ, കുരിശ് ഹാൻഡിൽ ചെയ്യുന്നത് ജെയ്സനാണ്. ഓക്കെ ഓക്കെ. അതായത് ആ ഒരു സാധനം ഉണ്ടാക്കുന്നതിൽ ജെയ്സനും ആ ഒരു പുള്ളിയാണ് ഒത്തിരി പ്രയത്നിച്ചത്. അടുത്തതായിട്ട് നമ്മൾ ഈ നാടകത്തിൻ്റെ രംഗം സജ്ജീകരിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കരമായൊരു സീനായിരിക്കും അത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ രംഗം സജ്ജീകരിച്ചിരിക്കുന്നത് ബ്ലസൻ, ബെബിറ്റോ, ഗോഡ്വിൻ എന്ന് പറയുന്ന 3 ബ്രദേഴ്സാണ്. അവർ ഭയങ്കര ഗംഭീരമായിട്ടാണ് അവരിത് അലങ്കരിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. ഹായ് ബെബിറ്റോ. ഹായ്. ബ്ലസൻ. ഹലോ. ഗോഡ്വിൻ. ബ്ലസൻ. ഗോഡ്വിൻ. ഇവരാണ് ഈ കാണുന്ന ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇതെന്താണ്, ഇത് ഒരു സൈന്യാധിപന്റെ ഹെൽമെറ്റ് ആണല്ലേ? ഓക്കെ 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 ഫൈൻ. എൻ്റെ അമ്മ, ഇത് ഏത് ശൈലിയിലാണ് നിങ്ങൾ ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തിരിക്കുന്നതാണോ അതോ എന്താ? ഒരു സ്പാർട്ടൻ മോഡൽ ഹെൽമെറ്റ് ആണ്. സ്പാർട്ടൻസ് മോഡൽ ഹെൽമെറ്റ് ഉണ്ടാക്കിയേക്കാണ്. ഇത് ഞങ്ങൾ പേപ്പറും മറ്റേ മൈദയൊക്കെ വെച്ച് ഞങ്ങൾ ഇതിനെ ഒട്ടിച്ച് ഇതിനെ പിന്നെ പെയിൻറ്റ് ചെയ്ത് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. ഓക്കെ 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 ഓക്കെ. ഇതെന്താണ് ഈ സാധനം? ഇത് പടച്ചട്ടയാണ് ദാമാൻ്റെ. ഓക്കെ. അത് സെയിം മോഡൽ ഞങ്ങൾ ഇതിനെ ഷേപ്പിൽ വെച്ചിട്ട് അതിനെ പിന്നെ ഞങ്ങൾ പേപ്പറും മൈദയൊക്കെ വെച്ച് അതിനെ റെഡിയാക്കി സെയിം ആയിട്ട് തന്നെ ഞങ്ങളതിനെ. ഓക്കെ ഓക്കെ ഓക്കെ. വാളൊക്കെ നോക്കട്ടെ. ഇത് ഏതോ ഒരു സർവ്വസൈന്യാധിപന്റെ ഒരു വാളാണ് നമ്മൾ ഈ കാണുന്നത്. അതിന്റെ ഇതൊരു ലെതർ എന്താണ് പ്രശ്നം? ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കാർഡ് മോഡലാണ്. പക്ഷെ ഫിനിഷ് ചെയ്തിരിക്കുന്ന മാക്സിമം ലെതർ ടച്ച് കൊടുക്കാൻ വേണ്ടി അതിന്റെ ഫിനിഷിങ്ങും പിന്നെ കളർ അതുപോലെ യൂസ് ചെയ്തു. ഓക്കെ. ഇത് ഇങ്ങനെ വരും അല്ലേ? അത് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മളിങ്ങനെ അതിൽ വയ്ക്കും. ബാക്കി അതിൻ്റെ ടെസ്റ്റ് കാർഡൊക്കെ ഇതൊക്കെ വരുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഇത് ബാക്കിയുള്ള സൈനികർക്കുള്ള വാളാണല്ലേ? ഇതിങ്ങനെ. ഓക്കെ. നാടകത്തിലെ സംഗീതം ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതായത് നമ്മുടെ ഈ കുരിശിൻ്റെ ശില്പി എന്ന് പറയുന്ന നാടകത്തിൽ പ്രധാനമായും 3 പാട്ടുകളാണുള്ളത്. അതിൽ ഒരു പാട്ട് ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു നൃത്തമാണ്. പിന്നെ അതേപോലെ വേറെ 2 പാട്ടുകൾ പാടിയിരിക്കുന്നതും അതിന് ഈണം കൊടുത്തിരിക്കുന്നതും ഷിബു എന്ന് പറയുന്ന ഒരു യുവ കലാകാരനാണ്. നമുക്ക് ഷിബുവിനെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം പെർഫോം ചെയ്ത ആ 2 പാട്ടുകളുടെ ഹിസ്റ്ററിയും എങ്ങനെയാണ് ഈ നാടകത്തിനുമായിട്ട് ലയിച്ചത്, അദ്ദേഹം എങ്ങനെയാണ് ഈ പാട്ട് പാടിയതെന്ന്, പിന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ. പ്രധാനമായും 2 പാട്ടുകളാണ് ഷിബു പാടിയിരിക്കുന്നത്. ഓക്കെ. ഏതൊക്കെ ആ പാട്ടിനെ പറ്റി ഒന്ന് പറയാം. ആ ഏത് പശ്ചാത്തലത്തിലാണ് ആ പാട്ടും ഒന്ന് പറയാമോ? അതായത് ഇതിൻ്റെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ആദ്യത്തെ സംരംഭമാണ്. ഇപ്പോൾ കൊയറിൽ ഞാൻ പള്ളി പാടുന്നുണ്ടെങ്കിലും ഒരു സംഗീതം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. പിന്നെ എന്നോട് ആദ്യമായിട്ട് പാടാൻ പറഞ്ഞത് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമത്ത് തമാശയായിട്ട് എടുത്തെങ്കിലും പിന്നെ ഒരു നാടകം ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ആൾക്കാർ എന്നെ കേട്ടപ്പോൾ ഓക്കെ ചെയ്യാമെന്ന് വെച്ചു. എങ്കിലും എന്നെ സംബന്ധിച്ചോളം ഒരു സംഗീതം ചെയ്യാന്ന് പറഞ്ഞാൽ
അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. അപ്പം എനിക്ക് ഇതിനെ ശരിക്കും സഹായിച്ച 2 പേരുണ്ട്. ഒന്ന് സജി ആകുന്നതിലാണ്, പിന്നെ ഇവിടെ സ്റ്റുഡിയോയിലെ കാര്യങ്ങൾ ചെയ്ത വിനു എന്ന ചേട്ടനും. അപ്പം ഇവർ 2 പേരുടെയും പൂർണ്ണമായ ഒരു സഹകരണത്തോടു കൂടിയാണ് ചെയ്തത്. കാരണം എനിക്ക് ഈ സ്റ്റുഡിയോയിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ സംഗീതം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിന് നോക്കേണ്ട കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഇവരുടെ ശരിക്കും അവരെന്നെ സഹായിച്ചു. ഞാൻ ജസ്റ്റ് ട്യൂണുണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ അവർ എൻ്റെ കഴിവിനെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ ഇത് പാടിയതും ഷിബു തന്നെയാണ്. ഞാൻ തന്നെയാണ് പാടി. അതായത് ഈ പാട്ടിന്റെ ആ ഒരു പശ്ചാത്തലത്തെ പറ്റി പറയും. ഈ 2 പാട്ടിന്റെ പശ്ചാത്തലം, അതായത് ഒരു മെലഡി ടൈപ്പുള്ള പാട്ടാണെന്ന് തോന്നുന്നു. അതായത് മെലഡി എന്ന് പറയുമ്പോഴും ഇതിൽ 2 ഭാവങ്ങൾ എന്ന് പറഞ്ഞാലും ഒരു ദുഃഖകരമായ ഭാവങ്ങളാണ് 2 ഉപയോഗിക്കുന്നത്. അതായത് ഒന്ന് ഇതിലെ ഒരു കഥാപാത്രമായ ബറാബാസിൻ്റെ അമ്മയെ പറ്റി ബറാബാസ് ഓർക്കുന്നൊരു പാട്ടാണ് അയാളുടെ ചെറുപ്പകാലത്ത്. അപ്പോൾ അയാളുടെ ചെറുപ്പകാലത്ത് അമ്മയും അയാളും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയ ഒരു പാട്ട് പാടുന്നു പറഞ്ഞു. അപ്പോൾ അതിൽ എൻ്റെ ഭാവം ദുഃഖമാണെന്നാണ് സംവിധാനം പറഞ്ഞിരുന്നത്. പിന്നെ വന്ന പാട്ടെന്ന് വെച്ചാൽ ഈ ഈശോനെ കുരിശി തറച്ചതിന് ശേഷം അത് ചെയ്ത് അബദ്ധമായി അല്ലെങ്കിൽ അതൊരു തൻ്റെ ഒരു വലിയൊരു തെറ്റായി പോയെന്ന് ശില്പി തോന്നുകയും അയാളുടെ ദുഃഖം കാണിക്കുന്ന ഒരു പാട്ടുമാണ്. അപ്പോൾ ഈ 2 പാട്ടുകളാണ്. അതിൻ്റെ ഭാവം ദുഃഖകരമായ ഭാവം തന്നെ നമ്മൾ കൊടുക്കുന്നത്. കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, വളരെ നല്ലൊരു പാട്ടുകളായിട്ടാണ് എല്ലാവരും അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു നാടകം, അതായത് നമ്മുടെ നാട്ടിലെല്ലാം മഞ്ഞും നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കലാരൂപമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നാടകങ്ങൾ വളരെ കുറവാണ്. അതായത് വളരെ പ്രയാസമാണ്, എല്ലാവർക്കും അറിയാം. അതായത് 1.5 മണിക്കൂർ ഫുൾ ഡയലോഗുകളെല്ലാം പഠിച്ച് ഇതിൽ ബാക്കിയുള്ള എല്ലാവരും ഒരേ സമയം വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു നാടകം ചെയ്യിക്കുന്നത്. നമ്മുടെ ഈ നാടകത്തിൽ ഇത് വളരെയധികം ഏറ്റവും പുതിയ കുറച്ച് ടെക്നോളജികളും കുറച്ച് ടെക്നിക്സും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സാധാരണ നമ്മൾ സിനിമ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി കാണിക്കും. അതായത് അങ്ങനത്തെ കുറച്ച് ടെക്നിക്ക് എല്ലാം ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ നാടകത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തതും പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള അഡ്വർടൈസിങ് സംഭവങ്ങളെല്ലാം ചെയ്തത് ശ്രീ ബിബിനാണ്. നമുക്ക് ബിബിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അതൊരു വലിയൊരു വർക്കാണ്. ബിബിൻ ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 മാസക്കാലം ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. നമുക്ക് ബിബിനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ബിബിൻ ഇതിൽ ചെയ്തിരിക്കുന്നത്, പിന്നെ അതിൻ്റെ പിന്നിലെ ആ ഒരു പ്രയാസങ്ങളും അത് എത്രത്തോളമാണെന്നെല്ലാം നമുക്ക് ബിബിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ബിബിൻ. ബിബിൻ, അതായത് ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ വളരെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒരു പ്രത്യേക എഫക്ട്സ് എല്ലാം ഇട്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്ന ചില രംഗങ്ങളെല്ലാം എഴുതി കാണിക്കുന്ന ഒരു വർക്ക് ബിബിൻ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്റർ ഡിസൈനിങ് വളരെ ഗംഭീരമായ പോസ്റ്റർ ഡിസൈനിങ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാനർ ഡിസൈനിങ്ങും പിന്നെ അഡ്വർടൈസിങ് എല്ലാം ബിബിനാണ് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ആ ഒരു എത്ര കാലം എടുത്തു ഇതെല്ലാം ചെയ്യാൻ? എന്താണ് ബിബിൻ്റെ ഇതിൽ നിന്നും ബിബിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. നാടകത്തിനെ പറ്റി എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് എന്നിട്ട് കുറച്ച് സോഫ്റ്റ്വെയറുകൾ സംഘടിപ്പിച്ചു. എന്നിട്ട് ആക്ച്വലി വേറെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ സഹായം തേടി. അതിനുശേഷം ആ ഫസ്റ്റിൽ തുടങ്ങുമ്പോഴൊരു ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞ പോലെ ഈ ഫിലിമിലെല്ലാം കാണുന്ന പോലെ ഒരു വർക്കുണ്ട്. എല്ലാവരുടെയും ഇങ്ങനെ എഴുതി കാണിക്കുന്നതും ഈ നാടകത്തിൻ്റെ പേരിങ്ങനെ വരുന്നതും അതൊക്കെ ഏത് സോഫ്റ്റ്വെയറിൽ എത്ര സോഫ്റ്റ്വെയറുകൾ വെച്ചാണ് ചെയ്തിരിക്കുന്നത്? ഒരു 10ഓളം സോഫ്റ്റ്വെയർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രീമിയർ ആണ്. അപ്പോൾ ആ ചെയ്ത വർക്ക് പ്രീമിയർ ചെയ്തേക്കണതാണ്. അത് വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ല, എന്നാലും പരിമിതികൾക്കുള്ളിൽ വെച്ച് തന്നെ ചെയ്തതാണത്. വളരെ ഗംഭീരമായിട്ടുണ്ട്. കാരണം പിന്നെ ഈ നാടകത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് ബിബിനാണല്ലേ? പോസ്റ്റർ ഡിസൈൻ, ബാനർ, കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്തോരം കാലഘട്ടം എടുത്തു ഏകദേശം ഇതെല്ലാം ഒന്ന് ചെയ്തു വന്നപ്പോഴത്തേനും? ഏകദേശം ഒരു 4 മാസത്തോളം ഇതിനു വേണ്ടി അധ്വാനിച്ചു. രാത്രിയാണ് കൂടുതലും, പകൽ സമയം കുറവായതുകൊണ്ട് രാത്രിയാണ് കൂടുതലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഉറക്കം വരെ ശരിയാവുന്നില്ലായിരുന്നു. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ഞാൻ എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട്. വളരെ നന്ദി. അപ്പോൾ ബിബിനൊരു നല്ലൊരു ശോഭനമായ ഭാവി ഇതിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. അടുത്തത് നമ്മുടെ ഈ നാടകത്തിൽ ഈ ശബ്ദം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭവമാണ്. അതായത് ഈ ശബ്ദം നിയന്ത്രീകരിക്കുക. ഓരോ രംഗത്തിനും അനുസരിച്ച് ഇത് മ്യൂസിക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന ശബ്ദത്തിനെ നിയന്ത്രിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ എന്താ പറയുക, ആംപ്ലിഫൈ ചെയ്യുന്ന ശബ്ദം, പിന്നെ മിക്സിങ്, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ബിബിൻ പറക്കോട്ടിൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
ഹലോ ബിപിൻ. ഹലോ. എന്താണ് നിങ്ങളുടെ ഓഡിയോ പരിപാടികളൊക്കെ കഴിഞ്ഞോ? ഓഡിയോ വിഷൻ, അതായത് ഇതിൻ്റെ മിക്സിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞോ? എല്ലാം പൂർത്തിയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എത്ര മണിക്കൂറാണ് നാടകം? 1.5-1.5 മണിക്കൂർ വരും. 1.5 മണിക്കൂർ നാടകത്തിൽ ഇത് എനിക്ക് തോന്നുന്നു ഈ നാടകത്തിൻ്റെ ഒരു പ്രധാന സംഭവമാണ് മ്യൂസിക് അല്ലേ? അപ്പോൾ അതിനെ നിയന്ത്രിക്കുക, അതിന് ആവശ്യമുള്ള സ്ഥലത്ത് ശബ്ദം കൂട്ടുവാനും ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശബ്ദം കുറയ്ക്കുവാനും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാടകം ഫുള്ള് നിങ്ങൾ പഠിച്ചിരിക്കണം. ബിപിൻ ആദ്യം ഈ നാടകം ഫുള്ള് പഠിച്ചിരിക്കണം. അപ്പം എങ്ങനെയാണിത് ഇത്തിരി തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടകം മൊത്തം ഫ്ലോപ്പായി പോകുന്നൊരു അങ്ങനത്തെ ഒരു പാശ്ചാത്തല സംഗീത നിയന്ത്രണമാണ്, പിന്നെ മിക്സിങ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ശബ്ദം പുറത്തേക്ക് കൊടുക്കുമ്പോൾ അത് മിക്സറിൽ ചെയ്തു പോകുമ്പോൾ എത്രത്തോളം ശബ്ദം വേണമെന്നെല്ലാം നിയന്ത്രിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ നാടകത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിയത്? വളരെ ടെൻഷൻ പിടിച്ചൊരു ജോലിയാണത്. ടെൻഷനുണ്ട്. കാരണം ഒരു കൈ താങ്ങത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മുഴുവൻ മാറിപ്പോകുന്ന അവസ്ഥയാണ്. അതെ 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 അതെ. അപ്പോൾ ഭയങ്കര ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്കാണിത്. അതെ അതെ. കഴിഞ്ഞ് കുറേ റിഹേഴ്സലിൽ പ്രാക്ടീസ് വഴി അതൊരുവിധം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എനിക്ക് തന്നെ പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ടേപ്പ് കാസറ്റ് ഇട്ടാണ്. ഇപ്പം അതെല്ലാം ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ നമ്മൾ സോഫ്റ്റ്വെയർ എല്ലാം ഉപയോഗിച്ച് നമ്മളത് ശബ്ദം അത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും കുറച്ചുകൂടെ ഒക്കെ ഒരു ഈസി ആയോ? എന്നാലും അന്നത്തെ പശ്ചാത്തല സംഗീതവും ഇന്നത്തെ പശ്ചാത്തല സംഗീതം തമ്മിൽ വ്യത്യാസം കാണുന്നുണ്ട്. കാരണം അന്നത്തെ ആ ടെക്നോളജിയുടെ ബേസിലുള്ള ആ സൗണ്ട് ഒന്നുമല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്ന് അതിനേക്കാളും അന്നത്തേക്കാളും അപ്ഗ്രേഡ് ആയ കുറേ മ്യൂസിക്കുകളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ. എത്ര നാളെടുത്തു ഈ മ്യൂസിക് ഇങ്ങനെ എല്ലാവർക്കും മ്യൂസിക് മനസ്സിലാകാനും അതൊന്ന് കൊടുക്കാനൊക്കെ ആയിട്ട് എത്ര നാളെടുത്തു? ഒരു മാസത്തോളം എടുത്തു. ഒരു മാസത്തോളം സമയമെടുത്തു അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നാളെയാണ് നമ്മുടെ നാടകം നാളെ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇതും ഏതൊരു മുഴുനീള റിഹേഴ്സലുണ്ട്. അപ്പോൾ ഇനിയും ഒത്തിരി തിരക്കുകളുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും വളരെ നന്ദി ഈ ഒരു അല്പനേരം നമുക്ക് വേണ്ടി മാറ്റി വെച്ചു. ഓക്കെ, താങ്ക് യു.